ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആപ്പിൾ തോട്ടത്തിലാണ്. ഇന്നലെ സ്ട്രോബെറി തോട്ടത്തിൽ പോയി, അതേ രീതിയിൽ തന്നെ ഇന്ന് ആപ്പിൾ തോട്ടം കാണുക, ആപ്പിൾ പറിക്കുക, ഇതാണ് ഉദ്ദേശം. ഇത് മെൽബണിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്ററോളം ദൂരെയാണ്. ബാക്കസ്മാഷ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഈ സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. പകരം ഒരു ക്യാരി ബാഗ് വരും, അതിനകത്ത് നമ്മൾ ആപ്പിൾ പറിച്ചുകൊണ്ട് വന്ന് അത് തൂക്കി 1 കിലോ ആപ്പിളിന് $4 വെച്ചാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഇഷ്ടംപോലെ ആപ്പിൾ കഴിക്കാം. പക്ഷെ ഒരാൾ എത്രമാത്രം കഴിക്കുമെന്നുള്ളതാണ് ഉള്ളത് നമുക്കറിയാവുന്നതല്ലോ. ഇന്നലെ പോയ സ്ട്രോബെറി ഫാമിനേക്കാളും ഒരുപാട് വലുപ്പമുള്ളതാണ് ഈ ഫാം. അതുകൊണ്ട് തന്നെ ഒരുപാട് നടക്കേണ്ടി വരും. ഇവിടെയൊക്കെ വെള്ളം കൊടുക്കാനായിട്ട് പൈപ്പുകളിലിട്ട് സ്പ്രിങ്ക്ലർ സിസ്റ്റമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ചെടികൾക്കും തന്നെ ഇഷ്ടംപോലെ വെള്ളം ആവശ്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ വളരെ ചെറിയ ചെടികളാണ്, ഇതൊന്നും ഇതുവരെ കായ്ച്ചിട്ടില്ല. കുറേ ദൂരം പോയാലേ നമുക്ക് ആപ്പിൾ പറിക്കാനൊക്കത്തുള്ളൂ. അവിടെയാണ് കായ്ച്ചിരിക്കുന്ന ആപ്പിളൊക്കെ ദൂരത്താണ്. ആപ്പിൾ പറിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആപ്പിൾ പറിക്കാം, തിന്നാം. ഇവിടെയൊക്കെ ആപ്പിള് മുകളിൽ നിന്ന് പറിക്കാനായിട്ട് സ്റ്റാൻഡുകളൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കയറി നമുക്ക് മുകളിലുള്ള ആപ്പിളുകളൊക്കെ പറിക്കാം. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് നേരത്തെ പറിച്ചു പോയതുകൊണ്ട് ഇവിടെ ഒന്നും കാര്യമായിട്ട് ആപ്പിളുകളൊന്നും ഇല്ല. ഒന്നാമത് ഇതിൻ്റെ സീസണുമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇത് നല്ലതാണോ? ഇത് വേണ്ടതാണോ? ഇത് വേറെ രണ്ടാമതൊന്നും പറിക്കല്ലേ. ഇതൊരു നല്ല റോസ് കളറാണ്. വേണ്ട, അത് വേണ്ട. ഇത് അങ്ങേപ്പുറത്തെ ഇത് നല്ല കുറേ എണ്ണമുണ്ട്. ഇതൊക്കെ ഇതുകൂടെ എടുത്തു കേട്ടോ. നല്ല റെഡാണ്. മതിയൊന്നും ആരാണ്ട് പറിക്കല്ലേ, തിന്നു വെച്ചിരിക്കും. കിളിയായിരിക്കും. കുറെ കിളികളുണ്ട് ഇതിനകത്ത്. മതിയായിരിക്കും, നമുക്കിത് പോരെ. ഇഷ്ടം പിടിയുണ്ട്. അപ്പൊ ഒരെണ്ണം കഴിച്ച് പറിച്ചോ. ഇത് കഴിച്ചോ, വേണ്ട ഇപ്പൊ നല്ലതായിരിക്കും വീഡിയോക്ക്. കഴിക്കാന്നല്ല,
കൊള്ളാവോ? ഓ, മമ്മിക്ക് ഇഷ്ടമുള്ള അത്രയും പറിക്കാം. ഇവിടെ അമൃതയിലൊക്കെ ഒരുപാട് ആപ്പിൾ കാണാൻ തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ തുടക്കത്തിൽ ഇത് തന്നെ കുറേ പറിച്ച്. ഇവിടെയൊക്കെ നിലത്തൊരുപാട് ആപ്പിൾ താഴെ വീണ് കിടപ്പുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് നടന്ന് ഇനിയും കുറേ അകത്തേക്ക് പോയാലേ ഇവിടെ വ്യത്യസ്തമായ കുറേ ആപ്പിൾ ഉണ്ടെന്നാണ് പറയുന്നത് അകത്തേക്ക്. ഇവിടെ വരിവരിയായാണ് ആപ്പിൾ മരങ്ങളെല്ലാം വെച്ചുപിടിപ്പിച്ചത്. അതുകൊണ്ട് ഓരോ മരങ്ങളുടെ അപ്പുറത്ത് വഴികളുണ്ട്. പക്ഷെ ആ വഴിയിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. കാരണം നേരെയുള്ള വഴിക്ക് തന്നെ പോകുക എന്നുള്ളതാണ്. ഇവിടെ മരത്തേലൊക്കെ ഒരുപാട് ആപ്പിളുകളുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഫ്യൂജി ടൈപ്പ് ആപ്പിളാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഓൾറെഡി കുറേ പറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ കൂടുതൽ മേടിച്ചിട്ട് വിലക്കുറവാണെങ്കിൽ കൂടുതൽ മേടിച്ചിട്ട് പറിച്ചെടുത്തിട്ട് എന്ത് കാര്യം, വെറുതെ വേസ്റ്റായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ പറിക്കുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ആപ്പിൾ തോട്ടത്തിൽ കയറാൻ കിട്ടുന്നൊരു വലിയൊരു അനുഭവം. നമുക്ക് കാശ്മീരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ കാശ്മീരിലേക്കൊക്കെ പോകാനായിട്ടുള്ള കൂടുതൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും അത്തരം വലിയ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സാധിക്കത്തുള്ളൂ. ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും തന്നെ ഇത്തരത്തിൽ നമുക്ക് ഫാമുകളിൽ പോകാനും അവിടെയുള്ള ഫലങ്ങളൊക്കെ നമുക്ക് പിക്ക് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. ഇത് ആപ്പിളും സ്ട്രോബെറി മാത്രമല്ല, ഒരുപാട് ചെറിയുണ്ട്, മറ്റുള്ള ബ്ലൂബെറീസ്, ഇതേ രീതിയിൽ എല്ലാം നമുക്ക് പിക്ക് ചെയ്യാനായിട്ടൊക്കെ അവർ പല രീതിയിലുള്ള അവസരങ്ങൾ തരുന്നുണ്ട്. ഇതൊന്നും വലിയ മരങ്ങളല്ല, ചെറിയ ചെറിയ മരങ്ങളാണ്. ചെടികളെന്ന് പറയാം. വലിയ പഴക്കമൊന്നും, ഒരുപാട് വർഷത്തെ പഴക്കമൊന്നും കാണുന്നില്ല. 1-2 വർഷമൊക്കെ ആയി കാണത്തുള്ളായിരിക്കും ഇതൊക്കെ ഈ രീതി കായ്ക്കാൻ തുടങ്ങിയിട്ട് തന്നെ. ഇത് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കരമാണ്. പ്രത്യേകിച്ച് തോട്ടത്തിൽ നിന്ന് മരത്തിൽ നിന്നൊക്കെ ആപ്പിൾ പറിച്ച് തിന്നാനൊക്കെ എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമുക്കൊക്കെ മാവേ കയറി മാങ്ങയോ അല്ലെങ്കിൽ പേരക്കയോ ഒക്കെ പറിച്ച് തിന്നുന്ന ആണ് നമ്മുടെയൊക്കെ ഓർമ്മകളിലുള്ളത്.
നമ്മുടെ ആപ്പിൾ തോട്ടത്തിൻ്റെയും ആപ്പിൾ പിക്കിങ്ങിൻ്റെയും ഒക്കെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ല നല്ല ഒരുപാട് വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ അത് കാണുവാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.